ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ടി.പി. ചന്ദ്രശേഖരൻ വധം, ഫൈസൽ വധം, കുനിയിൽ ഇരട്ട സഹോദരന്മാരുടെ വധം തുടങ്ങി വധങ്ങളുടെ ഒരു കഥ തന്നെ പത്രലോകം നമുക്ക് തന്നിരിക്കുന്നു. വധത്തിൻ്റെ കഥകൾ. ഇതാ ഇപ്പോൾ പുതിയ ഒരു വധകഥ കൂടി പത്രങ്ങൾ നമുക്ക് തരുന്നു. തൂപ്പുകാരി വധം എന്നാണ് മലയാള മനോരമ ആ വാർത്തയ്ക്കിട്ടിരിക്കുന്ന ഓമനപ്പേര്. തൂപ്പുകാരി വധം. തെളിവുകൾ നശിപ്പിക്കാൻ ശ്രമിച്ചു, പക്ഷേ കുടുങ്ങി എന്നാണ് മനോരമ നിരീക്ഷിക്കുന്നത്. തൂപ്പുകാരി രാധയുടെ കോൺഗ്രസ് ഓഫീസിൽ വെച്ച് നടന്ന വധത്തെ സംബന്ധിച്ച തുടർ വാർത്തകളാണ്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ, ഇന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ മലയാള മനോരമ ഒന്നാം പേജിൽ തരുന്നത് ഇപ്രകാരമാണ്. ബ്ലോക്ക് കോൺഗ്രസ് ഓഫീസിൽ തൂപ്പുകാരി കൊല്ലപ്പെട്ട സംഭവത്തിൽ മുഖ്യപ്രതിയെ കുടുക്കിയത് മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ വെച്ച് നടത്തിയ അന്വേഷണമാണ്. രാധയുടെ മൃതദേഹം സൂക്ഷിച്ച ഗുഡ്സ് വാൻ ഒരു പകൽ മുഴുവനും മുഖ്യപ്രതി ബിജുവും സഹായി ഷംസുദ്ദീനും നിർത്തിയിട്ടത് റിട്ടയേർഡ് റേഞ്ച് ഓഫീസറുടെ വീട്ടുമുറ്റത്ത്. രാധയെ കൊലപ്പെടുത്തിയ അതേ ദിവസം അവരെ കാണാതായെന്ന പരാതി നൽകാൻ രാധയുടെ സഹോദരനൊപ്പം എസ്.ഐയെ കാണാൻ പോയപ്പോൾ ഒന്നും അറിയാത്തവനെ പോലെ കൂട്ടുപോയതും ബിജു. തെളിവ് നശിപ്പിക്കാൻ രാധയുടെ സിം കാർഡ് വലിച്ചെറിഞ്ഞത് നിലമ്പൂരിൽ നിന്ന് 40 കിലോമീറ്റർ അകലെ അങ്ങാടിപ്പുറത്ത് എന്നൊക്കെയുള്ള വാർത്തയുടെ വിശദാംശങ്ങൾ തരുമ്പോൾ പുതിയ ഒരു വാർത്തയ്ക്ക് പുതിയ ഒരു തലക്കെട്ട് കൂടി തരുന്നു മലയാള മനോരമ. തൂപ്പുകാരി വധം. തൂപ്പുകാരിക്ക് പേര് കൊടുക്കാൻ രാധ എന്ന പേര് കൊടുത്ത് രാധവധം എന്ന് പറയാൻ പോലും മിനക്കെട്ടിട്ടില്ല മലയാള മനോരമ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ഈ പ്രധാന വാർത്തയുടെ ഉള്ളിൽ തന്നിരിക്കുന്ന പെട്ടി വാർത്തയിൽ മനോരമ മറ്റൊരു വാർത്ത കൂടി തരുന്നുണ്ട്. കേരളം ഭരിക്കുന്ന പേഴ്സണൽ സ്റ്റാഫ് എന്ന നിലയ്ക്കാണ് ആ വാർത്ത. ഉമ്മൻചാണ്ടിയുടെ പേഴ്സണൽ സ്റ്റാഫിൽ എത്ര പേർ ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നൊന്നും നമുക്കറിയില്ല. സരിതോർജ കേസ് വന്ന സാഹചര്യത്തിൽ ഏതായാലും പേഴ്സണൽ സ്റ്റാഫ് കേരളം ഭരിക്കുന്ന അവസ്ഥ മനോരമ ഇന്ന് ഒരു തുടരൻ ലേഖനം കാഴ്ചപ്പാട് പേജിൽ തുടങ്ങിയിട്ടുണ്ട്. പേഴ്സണലായിട്ട് പറയുക എന്ന ഒരു തലക്കെട്ടാണ് അതിന് നൽകിയിരിക്കുന്നത്. ഒരു സിനിമാ നടൻ്റെ അനുകരണീയമായ ഭാഷ പ്രയോഗിച്ചുകൊണ്ടാണ് അത് തുടങ്ങുന്നത്. അധികാരത്തിൻ്റെ ഇടനാഴികളിൽ ആവാസം ഉറപ്പിച്ച പേഴ്സണൽ സ്റ്റാഫിൻ്റെ വിക്രിയകളേറെ. കൊലപാതക കേസിൽ പ്രതിയായത് ഒടുവിലത്തെ ഉദാഹരണം. ബിരുദവും ബിരുദാനന്ദ ബിരുദവും എടുത്ത ചെറുപ്പക്കാർ ജോലിയില്ലാതെ നടക്കുമ്പോൾ മന്ത്രിമാരുടെ പേരിൽ സെക്രട്ടേറിയറ്റും കേരളവും ഭരിക്കുന്നത് 10ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള ചിലർ. ഭരിക്കുന്ന മുന്നണി ഏതായാലും ഇതിന് മാറ്റമില്ല. മലയാള മനോരമ ചീഫ് റിപ്പോർട്ടർ ജയൻ മേനോൻ തയ്യാറാക്കിയ അന്വേഷണ പരമ്പര ഇന്നു മുതൽ കാഴ്ചപ്പാട് പേജിൽ തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ 10ാം ക്ലാസ്സും ഗുസ്തിയും മാത്രമുള്ള ഈ പേഴ്സണൽ സ്റ്റാഫ് ഏതൊക്കെ തരം കാര്യങ്ങൾ ഒരുക്കിയാണ് ഒരുപക്ഷെ മുഖ്യമന്ത്രി മന്ദിരത്തിൽ പോലും വിലസുന്നത് എന്നതിന് ഏറ്റവും നല്ല ഉദാഹരണം ഇന്നലെ കോടതിയിൽ പ്രഖ്യാപിക്കപ്പെട്ട CBI അന്വേഷണം തന്നെയാണ്. അതേ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളിലേക്ക് നമുക്ക് പതുക്കെ വരാം. ഇന്ന് മറ്റൊരു വാർത്ത കൂടി പ്രധാന വാർത്തയ്ക്കൊപ്പം മലയാള മനോരമ തന്നിരിക്കുന്നത് ഈ തൂപ്പുകാരി വധവുമായി ബന്ധിപ്പിച്ച് രാധയുടെ കൊലപാതകം അന്വേഷിക്കാൻ ആഭ്യന്തര വകുപ്പ് പ്രത്യേക പോലീസ് സംഘത്തെ ചുമതലപ്പെടുത്തി എന്ന വാർത്ത കൂടി ഇന്ന് മലയാള മനോരമ നമുക്ക് തന്നിരിക്കുന്നു. VM സുധീരൻ കോൺഗ്രസ് പ്രസിഡൻ്റായി സ്ഥാനാരോഹണം നടത്തിയത് ഇന്നലെയാണ്. 1000 ദിവസങ്ങൾ തികയുന്ന UDFൻ്റെ പുതിയ സർക്കാരിൻ്റെ 1000 വർഷങ്ങൾ തികയുമ്പോൾ VM സുധീരൻ വരുന്നു. VM സുധീരൻ വരുമ്പോൾ ഉറക്കം കെടുന്നത് ആരുടെയാണ് എന്ന് ചെറിയാൻ ഫിലിപ്പ് പറയുകയുണ്ടായി. അദ്ദേഹം പറയുന്നത് ഉമ്മൻചാണ്ടിയെ ഒതുക്കാൻ തന്നെയാണ് VM സുധീരൻ വരുന്നത്. ഒരുപക്ഷെ VM സുധീരനും ഉമ്മൻചാണ്ടിയും AK ആൻ്റണിയുമൊക്കെയായി താൻ ജീവിച്ച ഒരു ഭൂതകാലത്തിൻ്റെ ഓർമ്മകൾ നിലനിർത്തി ചെറിയാൻ ഫിലിപ്പ് പ്രവചിക്കുന്നത് സത്യമായി കൂടായികയില്ല. ഉമ്മൻചാണ്ടിയുടെ ദശകം കഴിഞ്ഞിരിക്കുന്നു കേരള രാഷ്ട്രീയത്തിൽ എന്നാണ് അദ്ദേഹം നിരീക്ഷിച്ചിരിക്കുന്നത്. ഏതായാലും മലയാള മനോരമയുടെ ഒന്നാം പുറത്തിൻ്റെ ആദ്യ വാർത്തയ്ക്ക് കൊടുത്തിരിക്കുന്ന ഒരു ചിത്രമുണ്ട്. ആവേശമുയർത്തി സുധീരൻ സ്ഥാനമേറ്റു, വൈകി ആശംസയുമായി ഉമ്മൻചാണ്ടി എന്ന ആ ചിത്രത്തിൻ്റെ ഒരു രസകരമായ വശം ഉമ്മൻചാണ്ടിയുടെ ചിരിയാണ്. ആ ചിരി നിങ്ങളൊന്ന് കാണുക. ഇത്രത്തോളം ഒരു വിഡ്ഢിച്ചിരി നമുക്ക് എവിടെയെങ്കിലും കാണാൻ കഴിയുമോ? വിഡ്ഢിച്ചിരിയുടെ ജീവിത സ്മാരകം തന്നെയാണ് ഉമ്മൻചാണ്ടി. ചെറിയാൻ ഫിലിപ്പ് നിരീക്ഷിക്കുന്നത് മാതിരി അണിയറയിലേക്ക് അസ്തമിക്കാൻ പോകുന്ന ഒരാളുടെ
അവസാന ചിരി പോലെയാണ് ആ ചിരി നമുക്ക് എന്തോ സന്ദേശം തരുന്നത്. ഉമ്മൻചാണ്ടിയുടെ 8 മുതൽ 10 ചിത്രങ്ങൾ വരെ ഇന്ന് മനോരമ അതിൻ്റെ വിവിധ പേജുകളിൽ കൊടുത്തിട്ടുമുണ്ട്. തൂപ്പുകാരി വധത്തെ സംബന്ധിച്ച അനുബന്ധ വാർത്തകളും മലയാള മനോരമ വർത്തമാനം പേജിൽ തരുന്നു. നിലമ്പൂർ കൊലപാതകം എന്ന നിലയ്ക്കാണ് ഉൾപേജിൽ അതിന് നൽകിയിരിക്കുന്ന ശീർഷകം. നിലമ്പൂർ കൊലപാതകം ദുരൂഹത ധാരാളം ബാക്കിയായിരിക്കുന്നു. കാണുക, പഴുതടച്ചുള്ള അന്വേഷണത്തിലൂടെ പോലീസ് അതിവേഗം പ്രതികളെ പിടികൂടിയെങ്കിലും സംഭവത്തിൽ ദുരൂഹത ബാക്കി. രാധയെ മുൻപ് 2 തവണ കൊലപ്പെടുത്താൻ ശ്രമിച്ചിരുന്നതായി സഹോദരൻ ഭാസ്കരൻ ചാനലുകളോട് വെളിപ്പെടുത്തിയതും സംശയം ബാക്കി നിർത്തുന്നു. മുൻപ് 2 തവണ രാധയെ വണ്ടി ഇടിപ്പിച്ചു കൊല്ലാൻ ശ്രമിച്ചിരുന്നു എന്നാണ് ഭാസ്കരൻ പറയുന്നത്. രാധ ബലാത്സംഗത്തിന് വിധേയയായി എന്നും അല്ല എന്നും ഒന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മറ്റൊന്ന് പോലീസ് ഭാഷ്യം. ഏതായാലും വിവാദങ്ങളിലൂടെ ദുരൂഹത ബാക്കി നിർത്തിയാണ് അന്വേഷണം മുന്നേറുന്നത് എന്ന് മനോരമയ്ക്ക് പോലും പറയേണ്ടി വരുന്ന അവസ്ഥ. ആ തൂപ്പുകാരി വധവുമായി ബന്ധിപ്പിച്ച് മനോരമയുടെ ഭാഷ കടം കൊണ്ടാൽ നമുക്ക് അങ്ങനെയാണത് തോന്നുന്നത്. കോൺഗ്രസ് ഓഫീസ് എന്തിനാണ് കൊള്ളുന്നത്? കോൺഗ്രസ് ഓഫീസിൽ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസാണ് രാധയുടെ ജഡം സൂക്ഷിച്ചത്, അവിടെ വെച്ചാണ് വധിക്കപ്പെട്ടത് എന്നൊക്കെയാണ് വാർത്ത. ഏതായാലും ബ്ലോക്ക് ഓഫീസ് എന്ന് പറയുമ്പോൾ മണ്ഡലം കമ്മിറ്റിക്ക് മുകളിലാണ് ബ്ലോക്ക് കമ്മിറ്റി എന്നാണ് അതിൻ്റെ ഹെയറാർക്കി അറിയുന്ന ആളുകൾ പറയുന്നത്. CPM-മായി താരതമ്യം ചെയ്താൽ ഒരുതരം ഏരിയ കമ്മിറ്റി ഓഫീസ്, നിലമ്പൂരിലുള്ള ഏരിയ കമ്മിറ്റി ഓഫീസിൻ്റെ അത്രയും വലിപ്പമുള്ള വിസ്തൃതിയുള്ള ഒരു ഓഫീസ് തന്നെയാണത്. ആ ബ്ലോക്ക് ഓഫീസ് എന്തിനു കൊള്ളാം? മൃതദേഹം ചാക്കിൽ കെട്ടി 2 നാൾ കോൺഗ്രസ് ഓഫീസിൽ എന്ന ശീർഷകത്തിൽ ദേശാഭിമാനി അത് ലീഡ് വാർത്തയാക്കിയിരിക്കുന്നത് കാണുക. മൂക്കും വായും പ്ലാസ്റ്റർ കൊണ്ട് ഒട്ടിച്ചു. അന്വേഷണ സംഘത്തിന് ആര്യാടൻ്റെ PA-യുടെ അടുത്ത ബന്ധുവുമുണ്ട്. ബലാത്സംഗമല്ല എന്ന് പോലീസ് വാദം. ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്. ഏതായാലും ദേശാഭിമാനിയുടെ ആ ലീഡ് വാർത്ത ഇപ്രകാരം: മന്ത്രി ആര്യാടൻ മുഹമ്മദിൻ്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗം ബിജു ഉൾപ്പെടെയുള്ളവർ ചേർന്ന് ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ രാധയുടെ മൃതദേഹം ചാക്കിൽ കെട്ടി 2 ദിവസം സൂക്ഷിച്ചത് കോൺഗ്രസ് നിലമ്പൂർ ബ്ലോക്ക് കമ്മിറ്റി ഓഫീസിൽ. ബുധനാഴ്ച രാവിലെയാണ് രാധയെ കാണാതാകുന്നത്. ചുള്ളിയോട്ടെ കുളത്തിൽ മൃതദേഹം കെട്ടിത്താഴ്ത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെയും. പോലീസിൻ്റെ ഒത്താശയോടെയാണ് ഇതെല്ലാം നടന്നത്. ഇതിനായി സംസ്ഥാന തലത്തിൽ ഗൂഢാലോചന നടന്നു. 2 നാൾ ഒരു മൃതദേഹം വെച്ച് അതിന് ചുറ്റുമിരുന്ന് കോൺഗ്രസ്സുകാർ ഗൂഢാലോചന നടത്തി എന്നാണ് ദേശാഭിമാനി പറയുന്നത്. സംസ്ഥാന തലത്തിലായിരുന്നു ഗൂഢാലോചന എന്നുകൂടി ഈ പത്രം പറയുന്നു. ആഭ്യന്തരമന്ത്രിയുടെയും ആര്യാടൻ മുഹമ്മദിൻ്റെയും നിർദ്ദേശമനുസരിച്ച് രൂപപ്പെട്ട അന്വേഷണത്തിൻ്റെ പരിസമാപ്തിയിലാണ് അതിവേഗം വിതിൻ കോർട്സ് പ്രതികളെ പിടികൂടുകയും കുറ്റം സമ്മതിപ്പിക്കുകയും ചെയ്തത്. ആര്യാടൻ മുഹമ്മദ് കഴിഞ്ഞ 2 ദിവസമായി മാധ്യമ പ്രതിനിധികളോട് തൻ്റെ നിരപരാധിത്വം തെളിയിക്കാനെന്ന മട്ടിൽ നടത്തുന്ന പ്രസ്താവനകളും സംശയാസ്പദമാണെന്ന് ആക്ഷേപമുണ്ട് എന്നും ഈ വാർത്ത പറയുന്നു. ഈ വാർത്ത പറയുമ്പോൾ അത് വെറുതെ പറയുന്നതല്ല. രാധയുടെ സഹോദരൻ ഭാസ്കരൻ പറയുന്നത് കാണുക. ഷൗക്കത്തിൻ്റെ രഹസ്യങ്ങൾ രാധയ്ക്കറിയാം. ആ വാർത്ത ഒരു പെട്ടി വാർത്തയായി ദേശാഭിമാനി പ്രധാന വാർത്തയ്ക്കൊപ്പം തന്നിരിക്കുന്നു. ഷൗക്കത്തിൻ്റെ രഹസ്യങ്ങൾ രാധയ്ക്കറിയാമെന്നാണ് സഹോദരൻ പറഞ്ഞിരിക്കുന്നത്. ആര്യാടൻ ഷൗക്കത്ത് ഉൾപ്പെട്ട പല കോൺഗ്രസ് നേതാക്കളുടെയും രഹസ്യങ്ങൾ സഹോദരിക്ക് അറിയാമായിരുന്നു എന്ന് കൊല്ലപ്പെട്ട രാധയുടെ സഹോദരൻ ഭാസ്കരൻ പോലീസിനോട് പറഞ്ഞു. രഹസ്യങ്ങളുടെ കലവറയായിരുന്നു അത്രേ രാധ. അതുകൊണ്ട് തന്നെ വധിക്കപ്പെടാൻ യോഗ്യയായി മാറുന്നു കോൺഗ്രസ്സുകാരുടെ മുന്നിൽ ആ തൂപ്പുകാരിയുടെ വധത്തെ സംബന്ധിച്ച വാർത്ത. ദേശാഭിമാനി ഇപ്രകാരമാണ് തരുന്നത്: തൻ്റെ പേര് ആരും പറയില്ല എന്ന് ആര്യാടൻ മുൻകൂർ ജാമ്യമെടുത്ത കാര്യവും ദേശാഭിമാനി പ്രധാനപ്പെട്ട വാർത്തയ്ക്കൊപ്പം തരുന്നു. കോൺഗ്രസ് ഓഫീസ് ജീവനക്കാരിയുടെ കൊലപാതകത്തിൽ തനിക്ക് ബന്ധമുണ്ടെന്ന് അറസ്റ്റിലായവരടക്കം ആരും പറയില്ല എന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. അറസ്റ്റിലായ ബിജു നായർ കോൺഗ്രസ് പ്രവർത്തകനാണ്. താൻ ഇവിടെയും അയാൾ അവിടെയുമാണ് ബിജുവിൻ്റെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് അവിടെയുമാണ് ജീവിച്ചത്. ബിജുവിനെ പേഴ്സണൽ സ്റ്റാഫിൽ നിന്ന് പിരിച്ചുവിട്ടിട്ടുണ്ട്. ഇത് ദേശാഭിമാനി പറയുമ്പോൾ മര്യാദയുള്ള ഭാഷ ദേശാഭിമാനി ഉപയോഗിച്ചിരിക്കുന്നു. ഇന്നലെ ദൃശ്യമാധ്യമങ്ങളിൽ അദ്ദേഹം പറഞ്ഞത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. എങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്? ഓൻ അവിടെ കിടക്കണു, ഞാൻ ഇവിടെ കിടക്കണു. ഇങ്ങനെ കിടക്കുന്നതിൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. ഏതായാലും അത്രമാത്രം മോശമായി ദേശാഭിമാനി അത് കൈകാര്യം ചെയ്തിട്ടില്ല. ഭാഷയോട് ദേശാഭിമാനിക്ക് ബഹുമാനവും കൂറുമുണ്ട് എന്നാണ് ഈ വാർത്ത ചെയ്യുമ്പോൾ ദേശാഭിമാനി കാണിക്കുന്നത്. ഇനി മറ്റൊന്ന്, ഇതേ സംബന്ധിച്ച് പിണറായി വിജയൻ്റെ ഒരു പ്രസ്താവന കൂടി 1-ാം പേജിൽ ദേശാഭിമാനി തരുന്നു. അതിപ്രകാരമാണ്:
പ്രമാണിമാരുണ്ടോ എന്നന്വേഷിക്കണം പിണറായി വിജയൻ. കോൺഗ്രസ് ഓഫീസിൽ സ്ത്രീയെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രമാണിമാർ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് ഗൗരവതരമായി അന്വേഷിക്കണമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ട കാര്യവും ഒന്നാം പേജിൽ ദേശാഭിമാനി തരുന്നു. ഏതായാലും ജനനേന്ദ്രിയത്തിൽ ആഴത്തിൽ മുറിവ്, രാധ ക്രൂര ബലാത്സംഗത്തിന് ഇരയായി എന്ന കാര്യം കൂടി ഒന്നാം പേജിലെ മറ്റൊരു വാർത്തയിൽ ദേശാഭിമാനി തന്നിരിക്കുന്നു. അപ്രകാരം രാധവധം അഥവാ തൂപ്പുകാരി വധം ഏതായാലും രാഷ്ട്രീയത്തിൽ കോളിളക്കം സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിൽ പാകത്തിൽ മുന്നോട്ടു പോകുന്ന വാർത്തയാണ് ഇന്ന് പത്രലോകം നമുക്ക് തരുന്നത്.